ചെന്നൈയിൽ നിന്നുള്ള സ്പൈസ് ജെറ്റ് വിമാനം യാത്രക്കാരെ അറിയിക്കാതെ റദ്ദാക്കിയെന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ജെറ്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള വിശദീകരണവും ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള അപ്ഡേറ്റുകളും അവർ നൽകിയിട്ടുമില്ല. നേരത്തെ ഈ ചെന്നൈയിൽ നിന്നുള്ള സ്പൈസ് ജെറ്റിന്റെ സർവീസുകളൊക്കെയുമായി ബന്ധപ്പെട്ട് പലതവണ ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉയരുന്നതാണ്. പ്രത്യേകിച്ച് സ്പൈസ് ജെറ്റിന്റെ ചെന്നൈയിൽ നിന്നുള്ള സർവീസുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ അതിനെ കൃത്യമായി അസിസ്റ്റ് ചെയ്യാനുള്ള ആളുകൾ പോലും ഉണ്ടാകില്ല, ഉദ്യോഗസ്ഥർ ഉണ്ടാകില്ല, ജീവനക്കാരുണ്ടാകില്ല എന്നുള്ള ആക്ഷേപവും ഒക്കെയും നേരത്തെ തന്നെ ഉള്ളതാണ്. നിലവിൽ ഇന്ന് രാവിലെ 5:30 ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് റദ്ദു ചെയ്തിരിക്കുന്നത്. 162 യാത്രക്കാരുണ്ടായിരുന്നു. ഇതിൽ കുട്ടികളടക്കമുള്ള യാത്രക്കാർ ഈ വിമാനത്തിൽ കയറാനായി ബോർഡിംഗ് പാസ് ഉൾപ്പെടെ എടുത്തതിന് ശേഷമാണ് വിമാനം റദ്ദു ചെയ്തതായി അറിയിച്ചിരിക്കുന്നത്. യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ അങ്ങോട്ട് പുറപ്പെടേണ്ട വിമാനം എത്തിയിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ 4 മണിയോടുകൂടി വിമാനം ക്യാൻസൽ ചെയ്യുന്നു. ശേഷം ഈ യാത്രക്കാർ അവിടെ പ്രതിഷേധിച്ചതിനെ തുടർന്ന് റീഫണ്ട് നൽകും എന്നുള്ള കാര്യം ഇപ്പോൾ കമ്പനി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ മറിച്ച് മറ്റൊരു വിമാനത്തിൽ ഇവരെ കൊച്ചിയിലേക്ക് എത്തിക്കാനുള്ള യാതൊരു തരത്തിലുള്ള അറേഞ്ച്മെന്റുകളും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് സ്പൈസ് ജെറ്റിന് ചെന്നൈ കൊച്ചി സർവീസുകൾ വളരെയധികം കുറവാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഏതാണ്ട് 162 യാത്രക്കാർ ഇപ്പോൾ ഈ എയർപോർട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. പലർക്കും പുറത്തേക്ക് ഇറങ്ങി പോകാൻ പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തായാലും ഇന്ന് വിമാനം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഇവരെ അറിയിച്ചിട്ടുണ്ട്. റീഫണ്ട് നൽകാമെന്നാണ് നിലവിൽ പറയുന്നത്. പക്ഷെ അടിക്കടിയായി ഇത്തരത്തിൽ സ്പൈസ് ജെറ്റ് സർവീസുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ചെന്നൈയിൽ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അതിലൊക്കെയും ഒരു വലിയ പരിധി വരെ സത്യവുമുണ്ട്. എന്തായാലും സ്പൈസ് ജെറ്റിന്റെ ഔദ്യോഗിക വിശദീകരണം കൂടി ഇക്കാര്യത്തിൽ അറിയേണ്ടതുണ്ട്.